ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്ന സുവിശേഷത്തിൻ്റെ ഭാഗം ഒരുപാട് മേഖലകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിലും പുറപ്പാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-ാമത്തെ തിരുവചനമാണ്. അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പെട്ട് നിലവിളിച്ചു. അവരുടെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി. അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ അവരുടെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ദൈവത്തിൻ്റെ സഹായം അപേക്ഷിച്ച് നിലവിളിക്കുകയാണ്. ആ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിൽ എത്തി. എവിടെയൊക്കെ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമാണോ അവിടെയൊക്കെ മനുഷ്യമക്കൾ നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം അവരുടെ നിലവിളിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മനുഷ്യൻ്റെ നിസ്സഹായ അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമ്മൾ കാണുകയാണ്. ദൈവം അവരുടെ നിലവിളി കേട്ടു, അവർക്ക് ഉത്തരം നൽകി, അവരോട് ഒപ്പം വസിച്ചു, അവരെ അനുഗ്രഹിച്ചു, അവരെ നയിക്കുന്നു എന്നുള്ള തിരുവചന ഭാഗങ്ങൾ തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ചെങ്കടലിൻ്റെ മുൻപിൽ ചെന്ന് നിൽക്കുകയാണ്. ചെങ്കടൽ കടക്കുവാൻ യാതൊരുവിധ രക്ഷയുമില്ലാതെ ആ ജനതതി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം അവരുടെ നിലവിളിയുടെ മുൻപിൽ എത്തി. മോശയിലൂടെ അവർക്ക് ചെങ്കടൽ കടക്കുവാൻ ആവശ്യമായതെല്ലാം ദൈവമായ കർത്താവ് ചെയ്തു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ മാനുഷികമായിട്ടുള്ള വിഷമതകളിൽ ദൈവത്തിൻ്റെ സഹായം ആവശ്യമുള്ള മേഖലകളിൽ ഇതുപോലെ തന്നെ ഞാനും നിങ്ങളും നിലവിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം നമ്മുടെ നിലവിളിയുടെ മുൻപിലേക്ക് എത്തുകയാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിസ്സഹായ അവസ്ഥയിലേക്ക് എത്തുകയാണ്. വീണ്ടും പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മരുഭൂമിയിൽ വിശന്ന് തളർന്ന ഇസ്രായേൽ ജനം അവരുടെ വിശപ്പ് സഹിക്കുവയ്യാതെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന രംഗം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അവർ നിലവിളിച്ചു, അവർ പ്രാർത്ഥിച്ചു, ദൈവം അവരുടെ പ്രാർത്ഥനയുടെ മുൻപിൽ പ്രത്യക്ഷനാവുകയാണ്. വിശപ്പിന് പരിഹാരമായി അവർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന പെയ്യിച്ചുകൊണ്ട് അവരുടെ വിശപ്പ് അടക്കി. ഓർത്ത് നോക്കുക, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥാവിശേഷങ്ങളിലും മനുഷ്യനെ സഹായിക്കുവാൻ കരുത്തുള്ള ഒരാളേ ഉള്ളൂ, അത് നമ്മളുടെ ദൈവമാണ്. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയം അനുസരിച്ചാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുക. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മൾ ഒന്ന് സാവധാനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം, അവർ ദാഹജലത്തിന് വേണ്ടി ദൈവത്തെ വിളിക്കുകയാണ്. ദാഹത്തിന് അവർക്ക് കുടിക്കുവാനായിട്ടുള്ള ജലമില്ല. അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു. ദൈവമായ കർത്താവ് അവരുടെ നിലവിളിയുടെ ശബ്ദം കേട്ട് മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി പാറമേൽ അടിക്കുക. അവൻ പാറമേൽ അടിച്ചു. പാറ പിളർന്ന് അവർക്ക് ആവശ്യമായ ജലം, വയറ് നിറയെ കുടിക്കുവാനുള്ള ജലം ദൈവം നൽകി അവരെ അനുഗ്രഹിച്ചു. നമ്മളുടെ നിസ്സഹായമായ അവസ്ഥയിലേക്ക് ഇറങ്ങി വരാൻ ദൈവം നമ്മളെ നോക്കി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ വിളിച്ചാൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ഇസ്രായേൽ ജനത്തെ ദൈവം ഇങ്ങനെ കൂടെ നടന്ന് അവരെ കാനാൻ ദേശത്തിലേക്ക്, വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിക്കുകയാണ്. അവിടെ എത്തിയ ജനം വീണ്ടും ദൈവത്തെ മറക്കുന്ന രംഗം കാണുന്നു. അങ്ങനെ ദൈവം അവരെ വിജാതീയ രാജാക്കന്മാരുടെ അടിമത്തത്തിലേക്ക് ദൈവം അവരെ വിടുകയാണ്. വീണ്ടും അവരവിടെ കിടന്ന് ആ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ച് കുറേ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദൈവത്തെ വിളിക്കാനായിട്ട് തുടങ്ങി. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാനായിട്ട് തുടങ്ങി. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുകയാണ്, അവരുടെ ആ അടിമത്തത്തിൽ കിടന്നുള്ള നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടു.
ഈ ജനതയ്ക്ക് യുദ്ധം ചെയ്ത് വലിയ ഒരു പരിശീലനമൊന്നും അവർക്കില്ല. ഇങ്ങനെ യുദ്ധം ചെയ്ത് വിജയിക്കാൻ പരിശീലനമൊന്നും കിട്ടാത്ത ഈ ജനതയ്ക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യുകയാണ്. അവരെ സഹായിക്കാൻ പ്രവാചകന്മാരെ ദൈവം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ന്യായാധിപന്മാരെ ദൈവം കൊടുക്കുന്നത് കാണുന്നുണ്ട്. അങ്ങനെ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ ദൈവം അവരുടെ കൂടെ കൂടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ കൂടെ നിൽക്കുന്ന അനുഭവം നമുക്കുണ്ടാകണമെങ്കിൽ ദൈവത്തെ വിളിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ കാതുകളിൽ എത്തിയതുപോലെ എൻ്റെയും നിങ്ങളുടെയും നിലവിളി ദൈവത്തിൻ്റെ കാതുകളിൽ എത്തുമാറ് വിശ്വാസത്തോടെ നമ്മൾ നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ സൂസന്നെ നമ്മൾ കാണുന്നുണ്ട്. അവളുടെ ജീവിതത്തിൻ്റെ ഒരു നിസ്സഹായ അവസ്ഥയിൽ സൂസന്ന എത്തി നിൽക്കുകയാണ്. തൻ്റെ നിസ്സഹായ അവസ്ഥയെ തന്നെ പീഡിപ്പിക്കുന്നവരുടെ മുൻപിൽ നിരത്തി വയ്ക്കുവാൻ കഴിവില്ലാതെ അവൾ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണ്. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. നമുക്കറിയാം സൂസന്നയുടെ ജീവിതത്തിലേക്ക് ദൈവം അത്ഭുതകരമായി ഇടപെട്ട് അവളെ അനുഗ്രഹിക്കുന്ന രംഗം. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും സമസ്ത മേഖലകളിലേക്കും ഇറങ്ങിച്ചെല്ലുവാൻ ദൈവത്തിന് സാധിക്കും. ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് കടബാധ്യതകൾ മൂലം വിഷമിച്ച ഒരു കുടുംബം പ്രാർത്ഥിക്കാനായി കടന്നു വന്നു. എന്ത് ചെയ്യണം, എങ്ങോട്ട് നീങ്ങണം, എങ്ങനെ പെരുമാറണം എന്നുള്ള കാര്യങ്ങൾക്ക് പോലും വഴി അടഞ്ഞ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം പറഞ്ഞു, വിളിച്ച് അപേക്ഷിക്കുക, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ആ ഒരു കുടുംബത്തിൻ്റെ ഇല്ലായ്മയെ മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുവാൻ തുടങ്ങുകയാണ്. നിശ്ചയമായും ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കാൻ തുടങ്ങുന്ന ആ സമയം തന്നെ ദൈവം നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. ദൈവജനത്തിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എല്ലാ സങ്കടങ്ങളിലും സർവ്വ കഷ്ടപ്പാടുകളിലും നമ്മോട് ഒപ്പം നിൽക്കുന്ന ദൈവത്തിൻ്റെ ആ വലിയൊരു സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ അടിയുറച്ച ഒരു വിശ്വാസം, ഒരാശ്രയ മനോഭാവം നമുക്ക് ദൈവത്തിൽ ഉണ്ടായിരിക്കണം. തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ആസാ രാജാവ് ഇസ്രായേൽ ജനത്തെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് പുറപ്പെടുന്ന നിമിഷങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ യുദ്ധം വിജയിക്കണമെങ്കിൽ കർത്താവ് തന്നെ ഇടപെടണം. അങ്ങനെ ഈ രാജാവ് ദൈവത്തിൻ്റെ സഹായത്തിന് വേണ്ടി വിളിച്ചപേക്ഷിച്ചു. ദൈവം അവരെ ആ യുദ്ധത്തിൽ ജയിക്കുവാനായിട്ട് സഹായിക്കുകയും അവരുടെ കൂടെ നിൽക്കുന്ന രംഗം വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുകയുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവം കൂടെയുള്ളവൻ ഭാഗ്യവാനാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവം കൂടെയുണ്ട് എന്ന് നമ്മൾക്ക് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. ദൈവം കൂടെ നിൽക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. ഹാഗാർ മരുഭൂമിയിൽ വച്ച് തൻ്റെ കുഞ്ഞിനെ കൊടുക്കുവാൻ ജലമില്ലാതെ നിലവിളിച്ച് അപേക്ഷിച്ചു. അത് അവളെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു. ദൈവം ഹാഗാറിൻ്റെ നിലവിളിക്ക് ഉത്തരം നൽകി, ജലമായി ഉത്തരം നൽകി അനുഗ്രഹിക്കുന്നത് വചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നു. നമ്മൾ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കണം. കർത്താവേ, ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്ത്, അല്ലെങ്കിൽ എൻ്റെ ജോലി സ്ഥലത്ത്, എൻ്റെ ഓഫീസിൽ, എൻ്റെ ബിസിനസ് രംഗങ്ങളിൽ, ഏത് മേഖലകളിലാണോ ദൈവത്തിൻ്റെ സാന്നിധ്യവും ഇടപെടലും നമുക്ക് ആവശ്യമുള്ളത്, ആ മേഖലകളിലേക്ക് കർത്താവിനെ നമ്മൾ വിളിച്ചു വരുത്തണം. കർത്താവിനെ വിളിച്ചു വരുത്തണം. കർത്താവ് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സങ്കടമെന്ന് പറയുന്നത്, നമ്മുടെയൊക്കെ കുറവുകൾ എന്ന് പറയുന്നത് കർത്താവിനെ വിളിച്ച് വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കർത്താവിനെ വിളിച്ച് ജീവിത സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും നമ്മൾ മടിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ മനുഷ്യരുടെ സഹായം തേടി വളരെ സ്പീഡിൽ ഓടിപ്പോകുന്നു.
കർത്താവ് വരേണ്ട മേഖലകളിൽ കർത്താവ് വരാതെ ഒരു കാര്യവും ശരിയാകുകയില്ല. ഇത് നമ്മുടെ മനസ്സിൽ ഒരു വിശ്വാസത്തോടു കൂടെ നമ്മൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ കർത്താവ് ഇടപെടും. വിളിച്ചപേക്ഷിക്കണം, കർത്താവേ, എൻ്റെ ഈ പ്രാരാബ്ധത്തിലേക്ക്, എൻ്റെ ഈ രോഗാവസ്ഥയിലേക്ക്, ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഈ ഇല്ലായ്മയിലേക്ക് കടന്നു വരണമേ എന്ന് വിളിക്കുകയാണെങ്കിൽ കർത്താവ് കടന്നു വരും. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും കാണുന്നുണ്ട്, അന്ധന്മാർ, രണ്ടന്ധന്മാർ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്. കർത്താവേ, ദാവീദിൻ്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ. അവരുടെ വിളിപ്പുറത്ത് കർത്താവ് എത്തി. അവരെ സംബന്ധിച്ച് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസം, അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അവർ നിലവിളിച്ചു, അവരപേക്ഷിച്ചു. അവരുടെ നിലവിളിയുടെ, അപേക്ഷയുടെ ശബ്ദം കർത്താവിൻ്റെ കാതുകളിലെത്തി. കർത്താവ് അവിടെ നിന്നു. കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു. അപ്പോൾ ഈ തിരുവചന ഭാഗങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിനെ വിളിച്ച് നമ്മുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു വിശ്വാസം, വലിയൊരു പ്രത്യാശ നമുക്കുണ്ടെങ്കിൽ കർത്താവ് കടന്നു വരും, കർത്താവ് ഇടപെടും നമ്മുടെയൊക്കെ കാര്യങ്ങളിൽ. ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പങ്കുവെച്ചത് ഓർക്കുകയാണ്. ആ സഹോദരന് അത്യാവശ്യമായിട്ട് മറ്റൊരാളോട് വായ്പ മേടിച്ച 50,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ ദിവസം കഴിഞ്ഞു. എങ്കിലും അതെങ്ങനെയും കൊടുക്കണമെന്നുള്ള ആശയോടുകൂടെ ഒരു രക്ഷയും കാണുന്നില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു? നിത്യാരാധന പള്ളിയിൽ പോയിരുന്ന്, ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പോയിരുന്ന് മണിക്കൂറുകൾ ഇദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവത്തെ വിളിച്ചു, കരഞ്ഞ് അപേക്ഷിച്ചു. കർത്താവേ, എനിക്ക് ഈ ഒരു 50,000 രൂപ ഏതെങ്കിലും മേഖലയിൽ ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നിൻ്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. മണിക്കൂറുകൾ പ്രാർത്ഥിച്ച് ഇദ്ദേഹം വിശ്വാസമുള്ളവനായി തിരിച്ച് വീട്ടിലേക്ക് പോയി. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു പഴയ ഒരു കൂട്ടുകാരനെ ഇദ്ദേഹം അവിചാരിതമായി ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അങ്ങനെ സംസാരത്തിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തൻ്റെ സുഹൃത്തിനോട് പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ ഈ സുഹൃത്ത് ഈ സഹോദരനോട് പറയാണ്, വിഷമിക്കേണ്ട, ഇപ്പം നിനക്ക് അത്യാവശ്യം പിടിച്ചു നിൽക്കുവാനുള്ള സഹായം ഞാൻ നിനക്ക് തരാം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിളിച്ച് വിശ്വാസത്തോടെ അപേക്ഷിക്കുന്ന ആ വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ ആ പ്രശ്നത്തിലേക്ക്, ആ കുടുംബത്തിലേക്ക് ദൈവം ഇറങ്ങി വരികയാണ്. ദൈവത്തിന് ആരെയെങ്കിലുമൊക്കെ പറഞ്ഞയക്കാൻ സാധിക്കും നമ്മളെ സഹായിക്കാൻ. എൻ്റെ ആവശ്യങ്ങളിലേക്ക് ദൈവം നേരിട്ട് ഇടപെടും. അതല്ലെങ്കിൽ മറ്റു പലരെയും ദൈവം എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ കരുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി അനേകരെ ദൈവം ഈ ഭൂമിയിൽ കരുതി വെച്ചിട്ടുണ്ട്. ഈ കരുതി വെച്ചിട്ടുള്ളവരെ കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് നമ്മുടെ നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും ശക്തി അനുസരിച്ചാണ് ഇരിക്കുന്നത്. വീണ്ടും തിരുവചനത്തിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ കൈ ശോഷിച്ച ഒരു മനുഷ്യനെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ അടുത്ത് സൗഖ്യത്തിനായിട്ട് നിലവിളിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. കർത്താവ് അവൻ്റെ നിലവിളിയുടെയും പ്രാർത്ഥനയുടെയും മുൻപിൽ നിന്നു. കർത്താവ് വലിയ സൗഖ്യം ആ കൈ ശോഷിച്ച മകന് കൊടുത്ത് വിടുന്നത് നമ്മൾ കാണുന്നു. അതുപോലെ നായിമയിലെ വിധവ, അവളുടെ ഏക മകൻ മരിച്ചു. നിലവിളിച്ച് പ്രാർത്ഥിച്ച് ഈ വലിയ സങ്കടത്തിൽ മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ശവമഞ്ചത്തിൽ തൊട്ടു. മരിച്ചുപോയ ആ സ്ത്രീയുടെ മകനെ കർത്താവ് ഉയർപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. അവൻ ജീവൻ പ്രാപിച്ച് ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ, ദൈവത്തിന് കടന്നു വരാൻ ഒറ്റ സെക്കൻഡ് മതി. നീ ഒന്ന് നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നിൻ്റെ ജീവിത വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരും. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 24 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. പിശാച് ബാധിച്ച തൻ്റെ മകനെ അതിൽ നിന്ന് ഒന്ന് രക്ഷിക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് ഈ പിശാച് ബാധിച്ച മകൻ്റെ പിതാവ് യേശുവിൻ്റെ അടുത്ത് എത്തുകയാണ്. ഈ പിതാവിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മുൻപിൽ കർത്താവ് ഇടപെടുകയാണ്. കർത്താവ് ഇടപെട്ടു. കർത്താവ് ഇടപെട്ട് ആവശ്യമായിട്ടുള്ള സൗഖ്യം ആ സഹോദരന് കൊടുക്കുകയാണ്. വർഷങ്ങളായി തിന്മ, പിശാച് ക്രൂരമായി ബാധിച്ചിരുന്ന
ആ മകൻ്റെ എല്ലാ വിഷമതകളും കർത്താവ് കടന്നു വന്നപ്പോൾ, കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി കർത്താവിൻ്റെ വഴിയിലേക്ക് ഇറങ്ങി വരികയാണ്. ഇടപെടണം, കർത്താവെ എൻ്റെ ജീവിത വിഷയത്തിൽ നീ ഇടപെടണമേ എന്ന് പറഞ്ഞാൽ കർത്താവ് ഇടപെടും. അതാണ് നമ്മളെ ജീവിതങ്ങൾ മുഴുവനും കണ്ടുമുട്ടുന്നത്. തിരുവചനങ്ങൾ മുഴുവനും ഇപ്രകാരമുള്ള വലിയൊരു ദൈവിക ഇടപെടലും കണ്ടുമുട്ടലുകളും ഒക്കെ നമ്മൾ വായിച്ചെത്തുന്നത് ഇപ്രകാരമാണ്. എന്നാൽ മറ്റു ചിലർ കർത്താവിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയുന്ന ഭാഗങ്ങളും തിരുവചനത്തിൽ നമ്മൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ പിശാചു ബാധിതർ അവർ കർത്താവിനോട് പറയുകയാണ്. ആ പിശാചു ബാധിതരും പറയുന്നു, ആ പ്രദേശത്തുള്ള മക്കളും പറയുന്നു, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. ദാവീദിൻ്റെ പുത്ര യേശുവേ, നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? അപ്പോൾ ചിലരുടെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് ചിലർ തന്നെ യേശുക്രിസ്തുവിനെ നോക്കി പറയാറുണ്ട്. ഇടപെടണ്ട എന്ന് പറയുന്നവരുണ്ട്, ഇടപെടണം എന്ന് പറയുന്നവരുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ മർത്തായും മറിയവും അവരുടെ സഹോദരൻ്റെ വേർപാടിൽ ദുഃഖിച്ച് ഇരിക്കുന്ന സംഭവം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ആ ഭവനത്തിലേക്ക് കർത്താവ് കടന്നു ചെല്ലുമ്പോൾ അവർ പറയുന്നുണ്ട്, സഹോദരിമാർ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ ഇടപെടൽ അവിടെ നടക്കുകയാണ്. മരിച്ച ലാസറിനെ കർത്താവിൻ്റെ ഇടപെടലിലൂടെ ഉയർപ്പിൻ്റെ അതല്ലെങ്കിൽ ജീവൻ്റെ അനുഭവത്തിലേക്ക് കർത്താവ് കൂട്ടിക്കൊണ്ട് വരുന്നത് നമ്മൾ കാണുകയാണ്. നമുക്ക് വിളിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം, വിളിച്ചപേക്ഷിക്കാം, ഒന്ന് ഇറങ്ങി വായോ എൻ്റെ ഈശോയെ, എൻ്റെ ഈ വിഷമതകളിലേക്ക്, എൻ്റെ ഈ പ്രയാസത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വായോ. കർത്താവ് ഇറങ്ങി വരും, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ കഴിഞ്ഞ ദിവസം ധ്യാനിക്കാനായിട്ട് വന്ന ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്ററെ, ഒരുപാട് നാളുകളായി വയറ്റിൽ അതിഭയങ്കരമായിട്ടുള്ള വേദനയാണ്, എന്ത് കഴിച്ചാലും അത് വയറിങ്ങനെ പൊങ്ങി വരുന്ന പോലെ ഒരു അനുഭവമാണ്. ഈ സഹോദരിയെ സമർപ്പിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഈ സഹോദരിയായി 2 വർഷമായി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. 2-3 ആശുപത്രിയിലൊക്കെ കാണിച്ചു, കുറച്ച് മരുന്നൊക്കെ കഴിച്ചു. എങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ദൈവം ഇടപെടും, ദൈവം ഇറങ്ങി വരും, ദൈവം എന്നെ ശക്തിപ്പെടുത്തും. അങ്ങനെ ആ ഒരു വിശ്വാസമുള്ളത് കൊണ്ടാണ് ഈ സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സഹോദരിക്ക് സൗഖ്യത്തിൻ്റെ നിറവ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ സഹോദരി ഞാനും ഒരുപോലെ വിശ്വാസത്തിൽ വളർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു, സഹോദരി പോയി. വ്യാഴാഴ്ചത്തെ കയ്യൊപ്പ് പ്രാർത്ഥനയുടെ ആ സമയത്ത് ആ സഹോദരി പറയാണ്, വയറ്റിൽ അതിഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ വിശ്വസിച്ചു, ഈ അതിഭയങ്കരമായിട്ടുള്ള വേദന കർത്താവ് എനിക്ക് തന്നുകൊണ്ട് എൻ്റെ 2 വർഷമായിട്ടുള്ള ഈ രോഗത്തെ കർത്താവ് എടുത്തു മാറ്റിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. കാരണം 2 വർഷമായി നിലവിളിച്ച് പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ധ്യാനം എല്ലാം കഴിഞ്ഞു പോയി. ഞാൻ പറഞ്ഞായിരുന്നു, ഡോക്ടറെ ഒന്ന് കണ്ട് കുറച്ച് മരുന്ന് കഴിക്കണം, കർത്താവ് സൗഖ്യം തരും, നമ്മളെങ്കിൽ ഒന്ന് ഉറപ്പിക്കണമല്ലോ. അങ്ങനെ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു, ഇപ്പം മരുന്ന് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന്. അപ്പോൾ ഓർത്ത് നോക്കിക്കേ, 2 വർഷമായി കൊണ്ടു നടന്ന ഈ ശക്തമായിട്ടുള്ള വേദനയ്ക്ക് കർത്താവ് പരിപൂർണമായിട്ടുള്ള സൗഖ്യം കൊടുത്ത് സമാധാനമുള്ളവളായിട്ട് അവളെ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ സമാധാനമുള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളിങ്ങനെ ദുഃഖിച്ച് സങ്കടപ്പെട്ട് നിരാശ അനുഭവിച്ച് ഇങ്ങനെയൊന്നും കഴിയണമെന്നൊന്നും ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നേയില്ല. നമ്മുടെയൊക്കെ നല്ല ജീവിതം, സന്തോഷപ്രദമായ ജീവിതം, സമാധാനപൂർണമായ ജീവിതം, ഇതൊക്കെയാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ അനുവദിക്കണ്ടേ? നമ്മൾ അനുവദിച്ചെങ്കിലല്ലേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരുവാൻ, ഒന്ന് ഇടപെടാനായിട്ടൊക്കെ സാധിക്കുകയുള്ളൂ. അവിടെ നമുക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിശ്ചയദാർഢ്യമുള്ള, വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള വലിയ മനുഷ്യരായി നിൽക്കാം. അപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് ഇടപെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി തങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണ്ട എന്ന് വിളിച്ചു പറയുന്ന ജനതയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പീലാത്തോസിൻ്റെ അരമനയിൽ യേശു നിൽക്കുമ്പോൾ ഒരു പറ്റം മനുഷ്യർ വിളിച്ചു പറയുന്നുണ്ട്, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട,
യേശുവിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ബറാബാസിനെ മതി, യേശുവിനെ ക്രൂശിച്ചോളുക, യേശു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട, യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണ്ട, യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു ജനതയെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വേണ്ട എന്ന് പറയുമ്പോൾ, ദൈവിക സംവിധാനങ്ങളെ വേണ്ട എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വേണ്ട എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങളും കൃപകളുമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ വേണ്ട എന്ന് പറയുന്നവന് തക്കതായിട്ടുള്ള ശിക്ഷ ലഭിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെ മഹത്വത്തിൽ ചെല്ലുമ്പോൾ യേശുക്രിസ്തുവും പറയും നമ്മളെ അറിയേല എന്നുള്ള കാര്യം. ദൈവനിഷേധം ഒരു മൂഢതയാണ്, ഒരു പാപമാണ്. യാക്കോബ് ലേഖനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈ ലോകത്തോടുള്ള നമ്മുടെ മൈത്രി എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ ശത്രുതയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടലുകളെ വിശ്വസിക്കുവാൻ ഈ ലോകവുമായിട്ട് അഭേദ്യമായ വിധം ഇഴകിച്ചേർന്നിട്ടുള്ള ഒരു ആത്മാവിന് സാധിക്കുകയില്ല. അവിടെ ദൈവത്തെ വേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദൈവത്തിൻ്റെ ഇടപെടലുകളില്ലാതെ, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യം വേണമെന്നും കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്നും ഉള്ള ഒരു ആഗ്രഹവും പ്രാർത്ഥനയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരണം. ഇനി ചിലരുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത്? ഒന്ന്, എൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് എന്നെ പഠിപ്പിക്കാനായിട്ട്. രണ്ട്, ഞാൻ ഇത്രയേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാനായിട്ട്. മൂന്ന്, ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒന്നും ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല എന്നുള്ള വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുവാനായിട്ട്. ഇങ്ങനെ പലവിധ കാരണങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കാം ദൈവം ഒരുപക്ഷെ ഇടപെടാതെ മാറി നിൽക്കുന്നതും. അവിടെ നമ്മളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട്, നമ്മളുടെ ആന്തരിക വിശ്വാസത്തെ ഉയർത്തിക്കൊണ്ട് കർത്താവിനെ നമ്മുടെ സമസ്ത ജീവിതത്തിൻ്റെ മേഖലകളിലേക്കും കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് പറയാം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒന്ന് ഇടപെടണമേ, എൻ്റെ കുടുംബജീവിതത്തിലേക്ക് നീ ഇടപെടണമേ, വഴിതെറ്റിപ്പോയിരിക്കുന്ന എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നീ ഒന്ന് ഇടപെടണമേ, ദൈവവിശ്വാസമില്ലാത്ത എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ഇറങ്ങി വരണമേ, പഠിക്കുവാൻ ബുദ്ധിമുട്ടുള്ള എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ, നല്ല വിദ്യാഭ്യാസം സംഭരിച്ചിട്ട് പഠിച്ചിട്ട് ജോലിയില്ലാതെ ജോലി അന്വേഷിച്ച് നടന്ന് ആ മടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് കർത്താവെ നീ ഒന്ന് ഇറങ്ങി വരണമേ. ഈ വിളിച്ചു വരുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കർത്താവ് വന്നു കഴിയുമ്പോൾ എല്ലാ നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കും ഉത്തരം കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. അതുകൊണ്ടല്ലേ വചനം പറഞ്ഞ്, ചോദിപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. നമുക്ക് അന്വേഷിക്കാം, നിരന്തരമായി കർത്താവിൻ്റെ തിരുഹൃദയ കവാടത്തിൽ നമുക്ക് മുട്ടാം, നമുക്ക് അന്വേഷിക്കാം. ആ ഹൃദയം നമുക്ക് വേണ്ടി തുറന്നു കിട്ടിക്കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആ ഹൃദയത്തിൽ ഉത്തരമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ അനുഗ്രഹിക്കട്ടെ. റോമാലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് കർത്താവിനെ നമുക്ക് വിളിക്കാം, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ തിരുവചനം കേട്ട നമ്മളെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. വചനമായ ഈശോയെ, അവിടുന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ തന്നെ വചനമായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും അവിടുന്ന് ഓരോ ദിവസവും ഓരോ നിമിഷവും ഇടപെടണമേ. ഞങ്ങൾ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങയുടെ സന്നിധിയിൽ എത്തുമാറാകട്ടെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.